PSC ഡയറിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് കേരള PSC അടുത്തിടെ പബ്ലിഷ് ചെയ്ത 65ാം വാർഷിക വിശേഷാൽ പതിപ്പിൽ കൊടുത്തിട്ടുള്ള ജീവശാസ്ത്രം എന്ന സബ്ജക്റ്റിലെ പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ്. ഓൾറെഡി ഈ ടെക്സ്റ്റിൽ തന്നെ മനുഷ്യ ശരീരം, ദഹനേന്ദ്രിയ വ്യവസ്ഥ, അതുപോലെ രക്തപര്യന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, അന്തസ്രാവി വ്യവസ്ഥ എന്നീ ടോപ്പിക്കുകളുടെ ക്ലാസ്സുകൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പഞ്ചേന്ദ്രിയങ്ങളെ കുറിച്ചിട്ടാണ്. ഇതേ പുസ്തകത്തിലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകളും ഓൾറെഡി നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 20 സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പഞ്ചേന്ദ്രിയങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നിവയാണ് പഞ്ചേന്ദ്രിയങ്ങൾ. നിങ്ങൾ സ്കൂൾ ടെക്സ്റ്റ്, അതായത് 5 മുതൽ 10 വരെയുള്ള സ്കൂൾ സിലബസിലെ ടെക്സ്റ്റുകൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് വളരെയധികം പ്രയോജനപ്പെടുകയും അതൊരു റിവിഷനായി മാറുകയും ചെയ്യും. ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള പല വിവരങ്ങളും ശരിക്കും പറഞ്ഞാൽ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളവ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പഠിച്ചതിന് ശേഷം SCERT ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മളുടെ ഈ ചാനലിൽ എടുത്തിട്ടുള്ള സയൻസ് ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അത് നല്ലൊരു റിവിഷൻ തന്നെയായിരിക്കും. നിങ്ങൾക്ക് ഒരു സന്തോഷവും തോന്നും, കാരണം ഓൾറെഡി പഠിച്ചിട്ടുള്ളത് കൊണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് തന്നെ ആകും ഇനി വരാൻ പോകുന്ന പരീക്ഷകളിൽ ക്വസ്റ്റ്യൻസ്, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരിക. അതിൻ്റെ സൂചനകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിഗ്രി ലെവൽ പരീക്ഷ 3 ഘട്ടമായിട്ട് ഇപ്പോൾ മെയ് 11-നും അതിനുശേഷം നടന്ന 3 ഘട്ടമായിട്ട് നടന്ന പരീക്ഷകളിൽ എക്കണോമിക്സ് ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ടഫായിരുന്നു. അത് കൂടുതലും നമ്മുടെ ഈ പുസ്തകത്തിൽ നിന്നായിരുന്നു. അത് ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും, അവർ റിപ്ലൈ ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മനുഷ്യ മസ്തിഷ്കത്തിൽ ഏറ്റവും മുകളിലായി കാണുന്ന ഭാഗമാണ് സെറിബ്രം എന്നറിയപ്പെടുന്നത്. സെറിബ്രം, മനുഷ്യ മസ്തിഷ്കത്തിൽ ഏറ്റവും മുകളിലായി കാണപ്പെടുന്ന ഭാഗം ഏതാണ്? സെറിബ്രം എന്നറിയപ്പെടുന്നു. ഇത് ജീവശാസ്ത്രമായതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പഠിക്കാനിരിക്കുകയാണ് എന്നൊരു മൈൻഡ് സെറ്റിൽ ഇരിക്കേണ്ട. നമ്മുടെ ശരീരത്തെക്കുറിച്ച് പുതിയ കുറേ അറിവുകൾ, അല്ലെങ്കിൽ നമുക്ക് മുമ്പുണ്ടായിരുന്ന അറിവുകളൊന്ന് റിഫ്രഷ് ചെയ്യുന്നു എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ ഇരുന്നാൽ മതി. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 43 ജോഡിയാണ്. ഇതിന്റെ തൊട്ട് മുമ്പെടുത്ത 5ാമത്തെ ക്ലാസ്സിലെ നാഡികളെ കുറിച്ചിട്ടായിരുന്നു ക്ലാസ് എടുത്തിട്ടുള്ളത്. അതുകൂടി കാണാൻ ശ്രമിക്കുക. മനുഷ്യ ശരീരത്തിലെ ആകെ നാഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 43 ജോഡിയാണ്. പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം എന്ന് പറയുന്നത് സെറിബെല്ലമാണ്. സെറിബെല്ലം, ഈ സെറിബെല്ലവും മദ്യമായിട്ട് കണക്ഷൻ ഉണ്ട്. അതായത് നമ്മൾ മദ്യം ബാധിക്കുന്നത് തലച്ചോറിലെ സെറിബെല്ലത്തെയാണ്. കാരണം ഈ സെറിബെല്ലം ഉള്ളത് കൊണ്ടാണ് നമ്മൾ കറക്റ്റായിട്ട് നടക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. കൈ കാലുകളിലെ പേശികളൊക്കെ ചലിപ്പിച്ചുകൊണ്ട് കൃത്യമായി നടന്നു പോകാൻ നമുക്ക്, അല്ലെങ്കിൽ നടക്കാനും ഓടാനും എന്താണെങ്കിലും നമ്മുടെ പേശി പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ കാരണം സെറിബെല്ലമാണ്. മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. അതുകൊണ്ട് തന്നെ മദ്യപിച്ചിട്ടുള്ള ഒരാൾ, നമുക്കറിയാം, നന്നായിട്ട് മദ്യപിച്ച് ലക്കേട്ട ഒരാൾ വേച്ചായിരിക്കും നടക്കുന്നത്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തെയാണ്. സെറിബെല്ലത്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ നടക്കുന്നത്? പേശി ചലനങ്ങൾ ഏകോപിപ്പിക്കാൻ സെറിബെല്ലത്തിന് പറ്റാതെ വരും. അതായത് അവർ നടക്കുമ്പോൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് മദ്യപിച്ചവർ ഈ വേച്ച് നടക്കാനുള്ള കാരണം. പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കണ്ണ് തന്നെയാണ്, അല്ലേ? കണ്ണ് തന്നെയാണ്. നമ്മൾ കണ്ണിനെ കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷേ പലപ്പോഴും കണ്ണിന് അസുഖം വരുമ്പോഴാണ് കണ്ണിൻ്റെ വില നമുക്ക് മനസ്സിലാകുന്നത്, അല്ലേ? കണ്ണിൽ അസുഖം, അല്ലെ, ലോട്ടറി അടിച്ചു എന്നൊക്കെ പറയും. കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ. അന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയെങ്കിലും 2 ദിവസം കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന് ആലോചിക്കും, അല്ലേ? അപ്പോഴാണ് കണ്ണിൻ്റെ ആ ഒരു വില നമുക്ക് മനസ്സിലാകുന്നത്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്നാണ്, അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതെന്ന് ചോദിച്ചാൽ അത് കണ്ണാണ്. പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവാണ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നത്. ഇത് ഇതേപോലെ തന്നെയാണ് സ്കൂൾ ടെക്സ്റ്റിലും കിടക്കുന്നത്, അല്ലേ? പ്രതിബിംബത്തെ റെറ്റിനയിൽ തന്നെ പതിപ്പിക്കാനുള്ള കണ്ണിൻ്റെ കഴിവ് സമഞ്ജനക്ഷമത എന്ന് പറയുന്നു. പവർ ഓഫ് അക്കോമഡേഷൻ എന്നാണ് സമഞ്ജനക്ഷമതയുടെ മറ്റൊരു പേര്. ആത്മാവിലേക്കുള്ള ജാലകം എന്നാണ് നമ്മുടെ കണ്ണ് അറിയപ്പെടുന്നത്. ആത്മാവിലേക്കുള്ള ജാലകം എന്നാണ് നമ്മുടെ കണ്ണ് അറിയപ്പെടുന്നത്, അല്ലേ? അപ്പൊ കണ്ണ് എങ്ങനെ അറിയപ്പെടുന്നു? ആത്മാവിലേക്കുള്ള ജാലകം എന്ന് അറിയപ്പെടുന്നു. സീലിയറി പേശികൾ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരു അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാൾക്ക് സീലിയറി പേശികൾ എന്ന് കേൾക്കുമ്പോഴേ അറിയാം കണ്ണ്. കാരണം എന്താ? 10ാം ക്ലാസ്സിൽ കണ്ണിന്റെ ഘടന വരയ്ക്കാനുണ്ട്, അല്ലെ? അപ്പൊ നിങ്ങൾ സീലിയറി പേശികൾ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സീലിയറി പേശികൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ മൈൻഡ് സ്കൂൾ ലെവലിലേക്ക് പോകും. കണ്ണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത്. സീലിയറി പേശികൾ, കണ്ണ്, അല്ലെ? കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത്, അല്ലെ, കണ്ണുമായിട്ട് ബന്ധപ്പെട്ട് സീലിയറി പേശികൾ വരച്ച് പഠിച്ചിട്ടുണ്ട്, അല്ലെ? നേത്രഗോള ഭിത്തിയിലെ വാസ്കുലാർ പാളി എന്നറിയപ്പെടുന്നത് കോറോയിഡ് ആണ്. ഇതെല്ലാവർക്കും അറിയണമെന്നില്ല, ഓർത്തിരിക്കുക. നേത്രഗോള ഭിത്തിയിലെ വാസ്കുലാർ പാളി എന്നറിയപ്പെടുന്നത് കോറോയിഡ് ആണ്.
തീവ്രപ്രകാശത്തിൽ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് സംഭവിക്കുന്നു? അതാരും പറയേണ്ട കാര്യമില്ല, നമുക്ക് മനസ്സിലാവും അല്ലേ. തീവ്രപ്രകാശത്തിൽ, അതായത് സൂര്യനെ നോക്കുമ്പോൾ കണ്ണിലെ കൃഷ്ണമണി ചുരുങ്ങുന്നു അല്ലേ. തീവ്രപ്രകാശത്തിൽ, ഉദാഹരണത്തിന് സൂര്യനെ നോക്കുമ്പോൾ അല്ലെ നമ്മുടെ കണ്ണിലെ കൃഷ്ണമണിക്ക് എന്ത് സംഭവിക്കും? ചുരുങ്ങുന്നു. മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ് അല്ലെ. നമ്മൾ 15 സെന്റിമീറ്റർ കണ്ണിന് അടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം നോക്കുന്നതും 25 സെന്റിമീറ്റർ വെച്ചിട്ട് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. കണ്ണിന് അടുത്തേക്ക് വരുന്തോറും നമുക്ക് നിങ്ങൾ ഒരു കൈ നേരെ പിടിച്ചുകൊണ്ട് കണ്ണിന് അടുത്തേക്ക് വരിക, എന്നിട്ട് അത് ഏകദേശം ഒരു 25 സെന്റിമീറ്ററിലേക്ക് അകത്തേക്ക് കൊണ്ടുപോകും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എന്താണെന്നുള്ള കാഴ്ചയുടെ ആ ഒരു ഫീലിങ്സ് കറക്റ്റായിട്ട് മനസ്സിലാകും. അപ്പോൾ മനുഷ്യന് വ്യക്തമായ കാഴ്ചയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് 25 സെന്റിമീറ്റർ ആണ്. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്? 180 ഡിഗ്രിയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ 180 ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്. കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി നമുക്കറിയാം ദൃഢപടലമാണ്, അല്ലെങ്കിൽ സ്ക്ലീറ എന്നറിയപ്പെടുന്നു അല്ലെ. കണ്ണിന് 3 പാളികളുണ്ട് അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദൃഢപടലം, രക്തപടലം, ദൃഷ്ടിപടലം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ കണ്ണിന്റെ ഏറ്റവും പുറമേയുള്ള പാളി എന്ന് പറയുന്നത് ദൃഢപടലമാണ്, അതിനെ അറിയപ്പെടുന്നത് സ്ക്ലീറ എന്നാണ് അല്ലെ. ഇനി കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരത്തെ നമുക്കറിയാം പ്യൂപ്പിൾ എന്നാണ്. പ്യൂപ്പിൾ അല്ലെ. ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കണ്ണിന്റെ സ്ട്രക്ചർ വരുന്നുണ്ടല്ലോ. ഇനി അഥവാ ഇല്ലെങ്കിൽ കണ്ണിന്റെ ഒരു ചിത്രം എടുത്ത് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ കണ്ണിന്റെ ഒരു പടം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ കണ്ണിലേക്കുള്ള പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന സുഷിരമാണ് പ്യൂപ്പിൾ. കാഴ്ചയില്ലാത്തവർ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വടിയുടെ പേര് നിങ്ങൾക്കറിയാം. എന്താണ്? വൈറ്റ് കെയിൻ എന്നാണ് വടിയുടെ പേര് അല്ലെ. എന്താണ്? കാഴ്ചയില്ലാത്തവർ സുരക്ഷിതമായി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വടിയുടെ പേരാണ് വൈറ്റ് കെയിൻ. TV സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിന്റെ ഏതു പ്രത്യേകത മൂലമാണ്? അത് വീക്ഷണക്ഷമത എന്ന പ്രത്യേകത മൂലമാണ് അല്ലെ. TV സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത് കണ്ണിന്റെ വീക്ഷണക്ഷമത എന്ന പ്രത്യേകത മൂലമാണ്. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് സ്ക്ലീറ എന്ന് പറയുന്നത് അല്ലെ. സ്ക്ലീറ എന്താണ്? ദൃഢപടലം. നേത്രഗോളത്തിന് ആകൃതി നൽകുന്ന കണ്ണിലെ പാളി ഏതാണ്? സ്ക്ലീറ അല്ലെങ്കിൽ ദൃഢപടലം. അടുത്തൊരു പോയിന്റ്, നേത്രത്തിന്റെ വ്യാസം എന്ന് പറയുന്നത് 2.5 സെന്റിമീറ്റർ ആണ്. നേത്രത്തിന്റെ വ്യാസം എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ് വ്യാസം. വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. വീക്ഷണ സ്ഥിരത എന്താണ്? വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗമാണ് ഐറിസ് എന്നറിയപ്പെടുന്നത്. ഐറിസ് അല്ലെ. അപ്പൊ എന്താണ്? പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ ഉള്ള ഭാഗം എങ്ങനെ അറിയപ്പെടുന്നു? ഐറിസ് എന്നറിയപ്പെടുന്നു അല്ലെ. അപ്പൊ ഇനി നിങ്ങൾ തിരിച്ച് ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതിന്റെ റിവേഴ്സ് ഓർഡറിൽ കൂടി പഠിക്കാൻ ശ്രമിക്കുക അല്ലെ. ഇപ്പൊ ഇവിടെ നോക്കാം, ഐറിസ് എന്താണ്? ഐറിസ് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഐറിസ്. പ്യൂപ്പിളിന്റെ വലിപ്പം ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികളുള്ള ഭാഗമാണ് ഐറിസ് എന്ന് പറയുന്നത് അല്ലെ. വീക്ഷണ സ്ഥിരത അല്ലെ. വീക്ഷണ സ്ഥിരത എപ്പോഴാ? വേഗത്തിൽ ചുഴറ്റുന്ന തീപ്പന്തത്തിന്റെ പാത വൃത്താകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. പിന്നെ നേത്രത്തിന്റെ വ്യാസം അറിയാം, 2.5 സെന്റിമീറ്റർ ആണ് അല്ലെ. നേത്രഗോളത്തിന്റെ ആകൃതി നൽകുന്ന കണ്ണിലെ പാളിയാണ് നമ്മുടെ സ്ക്ലീറ എന്നും അറിയാം അല്ലെ. ഇനി മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരാണ് കോൺ കോശങ്ങൾ എന്ന്. കോൺ കോശങ്ങൾ. അപ്പൊ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളെ ഏത് പേരിൽ അറിയപ്പെടും? കോൺ കോശങ്ങൾ എന്നറിയപ്പെടുന്നു. അപ്പൊ കോൺ കോശങ്ങൾ എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ എന്ത് ഓർമ്മ വരണം? നിറങ്ങൾ തിരിച്ചറിയുക. നിറങ്ങൾ തിരിച്ചറിയുക അല്ലെ. മനുഷ്യ നേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? കോൺ കോശങ്ങൾ എന്നാണ്. മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? അത് റെറ്റിനയാണല്ലേ, ദൃഷ്ടിപടലത്തിലാണ് അല്ലെ. മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? റെറ്റിനയിലാണ്. റെറ്റിനയിലാണ് മനുഷ്യ നേത്രത്തിലെ പ്രതിബിംബം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നേരിട്ട് സ്വീകരിക്കുന്ന കണ്ണിലെ ഭാഗമാണ് നമ്മുടെ കോർണിയ എന്നറിയപ്പെടുന്നത് അല്ലെ. നല്ലൊരു പോയിന്റ് ആണ് അല്ലെ. അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ നേരിട്ട് സ്വീകരിക്കുന്ന കണ്ണിലെ ഭാഗമാണ് നമ്മുടെ കോർണിയ. ഏത് അവയവവും നിരീക്ഷിക്കാനാണ് ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലെ. ഒഫ്താൽമോളജി എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് കണ്ണിനെ കുറിച്ചുള്ള പഠനമാണല്ലോ ഒഫ്താൽമോളജി. അതുകൊണ്ട് ഒഫ്താൽ എന്നൊരു വാക്ക് വരുമ്പോഴേ അറിയാം കണ്ണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് അവയവവും നിരീക്ഷിക്കാനാണ് ഒഫ്താൽമോസ്കോപ്പ് ഉപയോഗിക്കുന്നത് അല്ലെ. ആ സ്കോപ്പ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് കണ്ണ് നിരീക്ഷിക്കാൻ അല്ലെ. കണ്ണിന്റെ ലെൻസിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്നത് ഐറിസ് ആണ്. ഐറിസ് അല്ലെ. എന്താണ് ഐറിസ്? കണ്ണിന്റെ ലെൻസിലേക്കുള്ള വാതിൽ എന്നറിയപ്പെടുന്നത് ഐറിസ് ആണ്. കണ്ണിലെ അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് എന്തിൽ നിന്നാണ്? രക്തത്തിൽ നിന്നാണ് അല്ലെ. രക്തത്തിൽ നിന്ന്. കണ്ണിലെ അക്വസ് ദ്രവം
നമുക്കറിയാം അക്വസ് ദ്രവമുണ്ട്, അല്ലെ, വിട്രിയസ് ദ്രവമുണ്ട്. അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് എന്തിൽ നിന്നാണ്? രക്തത്തിൽ നിന്ന്. കണ്ണിന്റെ സ്ട്രക്ചർ നിങ്ങളുടെ കയ്യിൽ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. കണ്ണുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി, അല്ലെ. കണ്ണുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഒഫ്താൽമോളജി. ഹൈപ്പർ മെട്രോപ്പിയ നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണ്, അല്ലെ. ഹൈപ്പർ മെട്രോപ്പിയ ഏതവയവത്തെ ബാധിക്കുന്ന ന്യൂനതയാണ്? കണ്ണിനെ ബാധിക്കുന്നത്. നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം കോർണിയാണ്, അല്ലെ. നമ്മൾ നേത്രദാനം ചെയ്തു, അല്ലെ, കണ്ണ് ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിരിക്കുന്ന അവിടുന്ന് കണ്ണെന്ന് പറയുന്ന ആ ഗോളം ഫുള്ള് കുത്തിപ്പൊക്കി എടുത്താണോ കൊടുക്കുന്നത്? അല്ല. പിന്നെന്താ ചെയ്യുന്നത്? കണ്ണിലെ കോർണിയ, അല്ലെ, കോർണിയാണ് ശരിക്കും നേത്രദാനത്തിനായിട്ട് എടുക്കുന്നത്. അല്ലാതെ കണ്ണ് ദാനം ചെയ്തു എന്ന് പറയുമ്പോൾ, അല്ലെ, നമ്മൾ ഓർക്കുകയോ എൻ്റെ കണ്ണ് ദാനം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ആ കണ്ണിൻ്റെ അവിടെ കുഴി മാത്രമല്ലേ ഉള്ളൂ എന്ന്? അങ്ങനെയല്ല. കണ്ണ് ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നേത്രദാനത്തിനായി ഉപയോഗിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് കോർണിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്ത് മാറ്റുന്നത്. കോർണിയ ഒഴികെയുള്ള കണ്ണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം ഏത് പേരിൽ അറിയപ്പെടുന്നു? കൺജങ്ക്റ്റിവ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെ. കൺജങ്ക്റ്റിവ. കോർണിയ ഒഴികെയുള്ള കണ്ണിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലം കൺജങ്ക്റ്റിവ എന്നറിയപ്പെടുന്നു. കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളിയാണ് ദുവ. കോർണിയയിൽ പുതുതായി കണ്ടുപിടിച്ച പാളി ഏതാണ്? ദുവ. മനുഷ്യ നേത്രത്തിന്റെ വീക്ഷണ സ്ഥിരത എത്രയാണ്? അത് 16 സെക്കൻഡ് സമയമാണ്. 16 സെക്കൻഡ്, അല്ലെ. മനുഷ്യ നേത്രത്തിന്റെ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത് 16 സെക്കൻഡാണ്. മഴ പെയ്യുമ്പോൾ താഴേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ദണ്ട് പോലെ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത. അപ്പൊ എന്താണ്? മഴ പെയ്യുമ്പോൾ താഴേക്ക് വീഴുന്ന മഴത്തുള്ളികൾ ദണ്ട് പോലെ കാണപ്പെടുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരതയാണ്. അയോഡോപ്സിന്റെ മറ്റൊരു പേര് ഫോട്ടോപ്സിൻ എന്നാണ്. ഫോട്ടോപ്സിൻ എന്നാണ്, അല്ലെ. അയോഡോപ്സിന്റെ മറ്റൊരു പേര് ഫോട്ടോപ്സിൻ എന്നാണ്, അല്ലെ. ഞാനിവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ക്ലാസിന്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ദേ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നത് നോക്കൂ. ആ ബോക്സിൽ കണ്ണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു രോഗത്തെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എയ്ഡ്സ് എന്ന് പറയുന്ന രോഗത്തെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എയ്ഡ്സിനെ കുറിച്ച് എന്തൊക്കെയാണ് ആ പോയിന്റ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം, അല്ലെ. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ചത് 1992 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ച വർഷം എന്നാണ്? 1992. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാട്, അല്ലെ. അപ്പൊ നോക്കുക, ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം തമിഴ്നാട്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആരംഭിച്ചത് 92. എയ്ഡ്സിന്റെ പൂർണ്ണരൂപം എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ്. എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. ആർജിത രോഗപ്രതിരോധ ശക്തിക്ഷയ സാകല്യം എന്നാണ് മലയാളത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞ വർഷം എന്നു ചോദിച്ചാൽ അത് 1981. എയ്ഡ്സ് രോഗം തിരിച്ചറിഞ്ഞ വർഷം എന്നാണ്? 81 എയ്ഡ്സ് രോഗം തിരിച്ചറിയുന്നത്. ഏത് ഡോക്ടറാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയത്? അത് ഡോക്ടർ സുനീതി സോളമനാണ്. ഡോക്ടർ സുനീതി സോളമൻ എന്ന വ്യക്തി, എന്ന ഡോക്ടറാണ് ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് ബാധ കണ്ടെത്തിയത്. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം എന്ന് ചോദിച്ചാൽ നമ്മുടെ USA ആണ്. ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം USA ആണ്, അല്ലെ. ഇന്ത്യയിൽ എപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്തത്? 1981 ഇന്ത്യയിലെ ആദ്യത്തെ എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ, അല്ലെങ്കിൽ എയ്ഡ്സ് രോഗത്തെ തിരിച്ചറിയുന്നത് 1981. ആരാണ് തിരിച്ചറിഞ്ഞ ഡോക്ടർ സുനീതി സോളമൻ ആണ്. അല്ലെ. ഇനി ലോകത്ത് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം ചോദിച്ചാൽ അത് USA ആണ്, അല്ലെ. ഇനി HIV ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. HIV വൈറസ് ശരീരത്തിൽ ഏത് കോശങ്ങളെയാണ് ബാധിക്കുന്നത്? അത് T ലിംഫോസൈറ്റിനെയാണ്. കേട്ടോ. ഇവിടെ HIV എന്ന പേര്, അല്ലെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്. അവിടെ ഒരു ഡെഫിഷ്യൻസി എന്നൊരു വാക്ക് കൂടെ ഉണ്ട്, കേട്ടോ. അപ്പോൾ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ HIV ശരീരത്തിൽ ഏത് കോശങ്ങളെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് എടുത്തു തന്നെ പറയുന്നുണ്ട്. ഏതാ? T ലിംഫോസൈറ്റ്, അല്ലെ. T ലിംഫോസൈറ്റും B ലിംഫോസൈറ്റും ഉണ്ട്, അല്ലെ. ഇതിൽ T ലിംഫോസൈറ്റ് കോശങ്ങളെയാണ് HIV ബാധിക്കുന്നത്. എയ്ഡ്സ് പരിശോധനാ രീതി ഏതാണ്? എയ്ഡ്സ് പരിശോധനാ രീതി എലീസ ടെസ്റ്റ് ആണ്. എലീസ ടെസ്റ്റ് എന്ന് കേൾക്കുമ്പോഴേ അറിയാം എയ്ഡ്സിന്റെ പരിശോധനാ രീതിയാണ്. എയ്ഡ്സ് പകരുന്ന രീതികൾ, ഏതൊക്കെ രീതിയിലൂടെ എയ്ഡ്സ് പകരും? ഒന്ന് പ്രധാനമായിട്ടും ഇതാണ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം വഴിയാണ് പ്രധാനമായിട്ടും വരുന്നത്, അല്ലേ. പിന്നെ സുരക്ഷിതമല്ലാത്ത രക്തദാനം മൂലം വരും. അതേപോലെ സുരക്ഷിതമല്ലാത്ത കുത്തിവെപ്പിലൂടെ വരും. അതേപോലെ രോഗിയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്കും ഈ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെ. അപ്പൊ എയ്ഡ്സ് പകരുന്ന രീതി
രീതികൾ എങ്ങനെയാണ്? സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം, സുരക്ഷിതമല്ലാത്ത രക്തദാനം, സുരക്ഷിതമല്ലാത്ത കുത്തിവയ്പ്പ്, രോഗിയായ അമ്മയിൽ നിന്ന് ഗർഭസ്ഥ ശിശുവിലേക്ക്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ എയ്ഡ്സ് രോഗിയുമായിട്ട് ഒരുമിച്ച് കുളിച്ചെന്ന് വിചാരിച്ചിട്ടോ, ഒരു മുറിയിൽ താമസിച്ചെന്ന് വിചാരിച്ചിട്ടോ, ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് വിചാരിച്ചിട്ടോ പകരില്ല. പകരുന്നത് ഈ രീതിയിലൂടെ മാത്രമേ ഉള്ളൂ. ഇത് പറയാൻ കാരണം, എയ്ഡ്സ് രോഗി ഉണ്ട് എന്ന് നമ്മുടെ സമൂഹത്തിൽ അറിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തരുത്, അല്ലേ? ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ല. കാരണം ചിലപ്പോൾ സുരക്ഷിതമല്ലാത്ത രക്തദാനം മൂലമാകാം, സുരക്ഷിതമല്ലാത്ത കുത്തിവയ്പ്പ് മൂലമാകാം, ഇനി രോഗിയായ അമ്മയിൽ നിന്ന് കിട്ടിയതാവാം. അപ്പോൾ എയ്ഡ്സ് രോഗികളെ അങ്ങനെ മാറ്റി നിർത്തേണ്ടവരല്ല, അല്ലേ? പിന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെ രീതിയിലൂടെ പകരുമെന്ന് മനസ്സിലായല്ലോ, ഏതൊക്കെ രീതിയിലൂടെ പകരത്തില്ല എന്ന് മനസ്സിലായല്ലോ. അതനുസരിച്ചിട്ട് അവരോട് അനുഭാവപൂർവ്വം പെരുമാറുക, അല്ലേ? എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ് എയ്ഡ്സ് വൈറസ് ആക്രമിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? ലിംഫോസൈറ്റിനെയാണ് ആക്രമിക്കുന്നത്, അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ എയ്ഡ്സ് വൈറസ് എന്ന് പറയുന്നത് HIV ആണ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ വൈറസ് ലിംഫോസൈറ്റിനെ എന്ന് പറഞ്ഞാൽ, കറക്റ്റായിട്ട് പറഞ്ഞാൽ T ലിംഫോസൈറ്റിനെയാണ് ആക്രമിക്കുന്നത്, അല്ലേ? ഇനി എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ആരെന്നാണ്? എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേനിയർ ആണ്. ലൂക്ക് മൊണ്ടേനിയർ. അതേപോലെ റോബർട്ട് ചാൾസ് ഗാലോയാണ്. റോബർട്ട് ചാൾസ് ഗാലോ. ആരൊക്കെയാണ്? ലൂക്ക് മൊണ്ടേനിയറും റോബർട്ട് ചാൾസ് ഗാലയോ ആണ്, അല്ലെ? മൊണ്ടേനിയർ ആൻഡ് ചാൾസ് ഗാലോ, അല്ലെ? ലൂക്ക് മൊണ്ടേനിയറും റോബർട്ട് ചാൾസ് ഗാലയോമാണ് എയ്ഡ്സ് വൈറസ് കണ്ടെത്തിയത്. എലീസ ടെസ്റ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? എലീസ ടെസ്റ്റ് അത് എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നാണ്. എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബന്റ് അസേ എന്നതിന്റെ ചുരുക്കെഴുത്താണ് എലീസ, അല്ലെ? ഏത് രോഗത്തിന്റെ വകഭേദമാണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്നത്? ഇത് ആദ്യകാലങ്ങളിൽ സ്ലിം ഡിസീസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. എയ്ഡ്സ്, അങ്ങനെയും കൂടെ ഒരു ചോദ്യമുണ്ട്. ഏത് രോഗത്തിന്റെ വകഭേദമാണ് സ്ലിം ഡിസീസ്? എയ്ഡ്സ്. അല്ലെങ്കിൽ എയ്ഡ്സ് ആദ്യകാലങ്ങളിൽ അറിയപ്പെടുന്നത് സ്ലിം ഡിസീസ് എന്നാണ്. ഇനി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ പോയിന്റിലേക്ക് നമുക്ക് തിരിച്ചു വരാം. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? അത് റോഡോപ്സിൻ ആണ്. വിഷ്വൽ പർപ്പിൾ എന്നും അറിയപ്പെടുന്ന വർണ്ണവസ്തു റോഡോപ്സിൻ ആണ്. അടുത്തൊരു പോയിന്റ് നോക്കുക, വിഷ്വൽ വയലറ്റ്. വിഷ്വൽ വയലറ്റ് എന്നറിയപ്പെടുന്നത് അയോഡോപ്സിൻ. അപ്പൊ നോക്കുക, മുദ്ര ശ്രദ്ധിക്കണം. സലീം കുമാർ പറയുന്ന പോലെ വിഷ്വൽ പർപ്പിൾ ആണെങ്കിൽ അത് റോഡോപ്സിൻ ആണ്. പർപ്പിൾ റോഡോപ്സിൻ ആണ്. അതേപോലെ വിഷ്വൽ വയലറ്റ് ആണെങ്കിൽ അത് അയോഡോപ്സിൻ ആണ്. വയലറ്റ് ആണെങ്കിൽ അയോഡോപ്സിൻ ആണ്. വയലറ്റ് ആണെങ്കിൽ അയോഡോപ്സിൻ ആണ്, അല്ലെ? വിഷ്വൽ പർപ്പിൾ റോഡോപ്സിൻ, വിഷ്വൽ വയലറ്റ് അയോഡോപ്സിൻ എന്നറിയപ്പെടുന്നു, അല്ലെ? അയോഡോപ്സിൻ ആണ്. കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം കൺപോളകളാണ്, അല്ലെ? കണ്ണിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന ഭാഗം കൺപോളകളാണ്, അല്ലെ? കണ്ണിലെ ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന പേശികളാണ് സീലിയറി പേശികൾ. കണ്ണിലെ ലെൻസിന്റെ വക്രത വ്യത്യാസപ്പെടുത്താൻ സഹായിക്കുന്ന പേശികൾ ഏതാണ്? സീലിയറി പേശികളാണ്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈമാണ് ലൈസോസൈം എന്ന് പറയുന്നത്, അല്ലെ? ലൈസോസൈം എൻസൈം ആണ്. ലൈസോസൈം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസൈം ഏതാണ്? ലൈസോസൈം ആണ്. കുഞ്ഞു ജനിച്ച് എത്ര ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച കഴിഞ്ഞാണ്, അല്ലെ? 3 ആഴ്ച കഴിഞ്ഞാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്, അല്ലെ? പക്ഷെ കുഞ്ഞ് പ്രസവിക്കുമ്പോഴേ നമ്മുടെ സിനിമയിലൊക്കെ ആണെങ്കിലും കരച്ചിലോട് കൂടിയാണ് ചില കുഞ്ഞൊക്കെ ജനിക്കുന്നത്, അല്ലെ? കേൾക്കുന്നതൊക്കെ നമ്മൾ സിനിമയിലൊക്കെ അങ്ങനെയല്ലേ കാണുന്നത്. ഇനി നേരിട്ടറിയാവുന്ന ആൾക്കാരൊക്കെ ആണല്ലോ നിങ്ങളൊക്കെ, അല്ലെ? അപ്പോൾ കുഞ്ഞ് ജനിച്ച് എത്ര ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്? 3 ആഴ്ച കഴിയുമ്പോഴാണ് കണ്ണുനീർ ഉണ്ടാകുന്നത്. സ്നെല്ലൻ ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു. സ്നെല്ലൻ ചാർട്ട് എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു? കാഴ്ചശക്തി പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു. സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചെടുത്തത് ഹെർമൻ സ്നെല്ലൻ ആണ്. ഹെർമൻ സ്നെല്ലൻ 1862. ആ പേരിൽ നിന്ന് തന്നെയാണ് സ്നെല്ലൻ ചാർട്ട് എന്ന് പേര് വന്നത്. അപ്പൊ സ്നെല്ലൻ ചാർട്ട് വികസിപ്പിച്ചെടുത്ത ആരാണ്? ഹെർമൻ സ്നെല്ലൻ 1862. ഹൈപ്പർ മെട്രോപ്പിയയുടെ മറ്റൊരു പേര് ദീർഘദൃഷ്ടി എന്നാണ്, അല്ലെ? ഹൈപ്പർ മെട്രോപ്പിയയുടെ മറ്റൊരു പേരെന്താണ്? ദീർഘദൃഷ്ടി എന്നാണ്. ദീർഘദൃഷ്ടി. നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്ന ഭാഗം അന്ധബിന്ദുവാണ്. അന്ധബിന്ദു, അല്ലെ? അന്ധബിന്ദുവും പീതബിന്ദുവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങളിൽ ആ ചിത്രം എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ എളുപ്പമായിരിക്കും, അല്ലെ? അന്ധബിന്ദുവിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്കറിയാം, അല്ലെ? ആ അന്ധബിന്ദു ഉള്ള ഭാഗത്തു നിന്നാണ് നേത്രനാഡി ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ നേത്രനാഡി അഥവാ ഒപ്റ്റിക് നെർവ് ആരംഭിക്കുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് അന്ധബിന്ദുവാണ്. അന്ധബിന്ദു. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത, അതാണ് കേട്ടാ, ലെൻസിന്റെ ഇലാസ്തികത, അതാണ് കീവേഡ്. പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. വെള്ളെഴുത്ത്, കേട്ടാ, വെള്ളെഴുത്ത്. അപ്പൊ എന്താണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്? പ്രായം കൂടുമ്പോൾ കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത കുറയുന്നത് മൂലം ഉണ്ടാകുന്ന
കിട്ടുന്ന അവസ്ഥയാണ് വെള്ളെഴുത്ത് എന്ന് പറയുന്നത്. എത്ര മീറ്റർ അകലത്തിലാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? അത് 6 മീറ്റർ അകലത്തിലാണ്. എത്ര മീറ്റർ അകലത്തിലാണ് സ്നെല്ലൻ ചാർട്ട് വായിക്കേണ്ടത്? 6 മീറ്റർ അകലെ നിന്നുകൊണ്ട് വേണം സ്നെല്ലൻ ചാർട്ട് വായിക്കാൻ. വിട്രിയസ് അറയിലെ മർദ്ദം, നമ്മൾ നേരത്തെ പറഞ്ഞു അക്വസ് അറയും വിട്രിയസ് അറയും ഉണ്ട് അല്ലെ. വിട്രിയസ് അറയിലെ മർദ്ദം അസാധാരണമായി കൂടുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത് അല്ലെ. ഗ്ലൂക്കോമ നമ്മൾ കേട്ടിട്ടുണ്ട്, ഗ്ലൂക്കോമ. അപ്പൊ എന്താണ് ഗ്ലൂക്കോമ? വിട്രിയസ് അറയിലെ മർദ്ദം അസാധാരണമായി കൂടുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലൂക്കോമ. കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന ഭാഗം സീലിയറി പേശികളാണ്. ഇച്ചിരി ആവേശം എനിക്ക് കൂടിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ക്ഷമിക്കുക. കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന ഭാഗം സീലിയറി പേശികളാണ്. കണ്ണിലെ ലെൻസിന്റെ ഫോക്കൽ ദൂരം ക്രമീകരിക്കുന്ന ഭാഗം ഏതാണ്? സീലിയറി പേശികളാണ്. സ്നെല്ലൻസ് ചാർട്ടിലെ വരികളുടെ എണ്ണം 11 കേട്ടോ. സ്നെല്ലൻസ് ചാർട്ടിലെ വരികളുടെ എണ്ണം എത്രയാണ്? 11. റെറ്റിനയിലെ പാളികളുടെ എണ്ണം എത്രയാണ്? 10. റെറ്റിനയിലെ പാളികളുടെ എണ്ണം 10. ഇതൊരു പുതിയ പോയിന്റ് ആയിരിക്കും അല്ലേ, റെറ്റിനയിലെ പാളികളുടെ എണ്ണം. ഓക്കെ. നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശി ബാഹ്യ കൺപേശികളാണ്. ബാഹ്യ കൺപേശികൾ നേത്രകോടരത്തിൽ, അതായത് നമുക്കറിയാലോ ഇപ്പോൾ ഒരു അസ്ഥികൂടം, ഒരു തലയോട്ടി എടുത്താൽ അവിടെ 2 കുഴിയാണ് അല്ലെ, ആ കുഴിയാണ് നേത്രകോടരം. ആ നേത്രകോടരത്തിൽ കണ്ണിനെ ഉറപ്പിച്ചു നിർത്തുന്ന പേശികൾ ബാഹ്യ കൺപേശികളാണ്. തലയോട്ടിയിൽ കണ്ണ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് നേത്രകോടരമാണ്, അല്ലെങ്കിൽ ഓർബിറ്റ് എന്ന് പറയുന്നു കേട്ടോ. ഓർബിറ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ഇപ്പോൾ ഒരു അസ്ഥികൂടത്തിന്റെ തലയോട്ടി അല്ലെ, തലയോട്ടി എടുത്ത് പരിശോധിച്ചാൽ അവിടെ 2 കുഴി കാണാൻ പറ്റും കണ്ണിന്റെ ഭാഗത്ത് അല്ലെ. ആ കുഴിയാണ് നേത്രകോടര അല്ലെങ്കിൽ ഓർബിറ്റ് എന്നറിയപ്പെടുന്നതെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ഒരു പേജിലാണ് ബാക്കി കാര്യങ്ങൾ നോക്കുക. കണ്ണിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ് അല്ലെ. നേത്രനാഡി എന്താണ്? കണ്ണിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്ക് കൊണ്ടുപോകുന്നത് നേത്രനാഡിയാണ്. ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് അസ്റ്റിഗ്മാറ്റിസം അല്ലെ, വിഷമദൃഷ്ടി എന്ന് പറയും അല്ലെ. വിഷമിച്ചാണ് അത് അല്ലെ ദൃഷ്ടി ഉണ്ടാകുന്നത് അല്ലെ, കാണാൻ പറ്റുന്നത് വിഷമദൃഷ്ടി അല്ലെ. ആ പേരിൽ തന്നെയുണ്ട്. എന്താ? ലെൻസിന്റെ വക്രതയിലുള്ള ന്യൂനതകൾ കാരണം പ്രതിബിംബം ശരിയായ രീതിയിൽ രൂപം കൊള്ളാത്ത അവസ്ഥയാണ് നമ്മുടെ അസ്റ്റിഗ്മാറ്റിസം അഥവാ വിഷമദൃഷ്ടി എന്നറിയപ്പെടുന്നത് കേട്ടോ. അസ്റ്റിഗ്മാറ്റിസം. മനുഷ്യ നേത്രത്തിന് കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം എത്രയാണ്? നല്ലൊരു പോയിന്റാണ്, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. 400 മുതൽ 700 വരെ നാനോമീറ്റർ ആണ്. എന്താണ്? മനുഷ്യ നേത്രത്തിന് കാണാൻ കഴിയുന്ന പ്രകാശത്തിന്റെ തരംഗദൈർഘ്യം എന്ന് പറയുന്നത് 400 മുതൽ 700 വരെ നാനോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചുറ്റുപാട് നിന്ന് ശേഖരിക്കുന്ന ഇന്ദ്രിയം നമ്മുടെ കണ്ണാണ് അല്ലെ. ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ചുറ്റുപാട് നിന്ന് ശേഖരിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? നമ്മുടെ കണ്ണാണ്. ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിന്റെ ഏത് പ്രത്യേകത മൂലമാണ്? അത് ദിനേത്ര ദർശനം എന്ന ഒരു പ്രത്യേകത മൂലമാണ് അല്ലെ. എന്താണ്? ഒരു വസ്തുവിന്റെ ത്രിമാന രൂപമാണ് അല്ലെ, 3 ഡയമെൻഷൻ ത്രിമാന രൂപം, 3D അല്ലെ. ഒരു വസ്തുവിന്റെ ത്രിമാന രൂപം കാണാൻ സാധിക്കുന്നത് കണ്ണിന്റെ ഏത് പ്രത്യേകത മൂലമാണ്? ദിനേത്ര ദർശനം മൂലമാണ്. കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി എന്നറിയപ്പെടുന്നത്. ടോണോമെട്രി എന്താണ്? കണ്ണിനുള്ളിലെ മർദ്ദം അളക്കുന്ന കണ്ണ് പരിശോധനാ രീതിയാണ് ടോണോമെട്രി. ഇതും പുതിയൊരു പോയിന്റ് ആയിട്ടായിരിക്കും പലർക്കും ഫീൽ ചെയ്യുന്നത് അല്ലെ. അടുത്തത്, നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനതയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടി. ഇതിന് ദീർഘദൃഷ്ടിക്കുള്ള കാരണം എന്താണ്? നേത്രഗോളത്തിന്റെ നീളം കുറവായിരിക്കുക അല്ലെ. ദീർഘദൃഷ്ടി ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് നേത്രഗോളത്തിന്റെ നീളം കുറവായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നത് കാരണം ഉണ്ടാകുന്ന കണ്ണിന്റെ ന്യൂനതയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. നേത്രഗോളത്തിന്റെ നീളം കൂടുന്നത് കാരണം ഉണ്ടാകുന്ന ന്യൂനതയോ അത് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ നോക്കാം. നേത്രഗോളത്തിന്റെ നീളം കുറയുകയാണെങ്കിൽ ദീർഘദൃഷ്ടി എന്ന അവസ്ഥയിലേക്കും നേത്രഗോളത്തിന്റെ നീളം കൂടുകയാണെങ്കിൽ അത് ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയയിലേക്കും പോകുന്നു. കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകം ഫോട്ടോപ്സിൻ ആണ്. ഫോട്ടോപ്സിൻ അത് മറ്റൊരു പേരാണ് അയോഡോപ്സിൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കോൺകോശങ്ങൾ അല്ലെ, നിറങ്ങൾ കാണാൻ സഹായിക്കുന്ന കോൺകോശങ്ങളാണെന്ന് പറഞ്ഞു അല്ലെ. നിറങ്ങൾ കാണാൻ സഹായിക്കുന്നത് കോൺകോശങ്ങളാണ്. കോൺകോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകമാണ് ഫോട്ടോപ്സിൻ അഥവാ അയോഡോപ്സിൻ. പ്രകാശ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണിക്ക് എന്ത് വ്യത്യാസം സംഭവിക്കും? വികസിക്കുന്നു. നേരത്തെ പറഞ്ഞല്ലോ, സൂര്യനെ നോക്കുമ്പോൾ, അതായത് സൂര്യൻ നോക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശ തീവ്രത കൂടുതലാണ് അല്ലെ. സൂര്യനെ നോക്കുമ്പോൾ കൃഷ്ണമണി ചുരുങ്ങും അല്ലെ. ഇനി പ്രകാശ തീവ്രത കുറയുമ്പോൾ കൃഷ്ണമണിക്ക് എന്ത് സംഭവിക്കും? വികസിക്കും. കണ്ണിന്റെ
ഏറ്റവും കാഴ്ച കൂടിയ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദുവാണ്. കണ്ണിന്റെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗം ഏതാണ്? യെല്ലോ സ്പോട്ട് അഥവാ പീതബിന്ദുവാണ്. ഞാൻ പറഞ്ഞു പീതബിന്ദുവും അന്ധബിന്ദുവും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ അതില് പീതബിന്ദു എന്താണ്? കണ്ണിന്റെ ഏറ്റവും കാഴ്ച കൂടിയ ഭാഗം പീതബിന്ദുവാണ്. കണ്ണ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ബോറോൺ സംയുക്തമാണ് ബോറിക് ആസിഡ്. കേട്ടാ, കണ്ണ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ബോറിക് ആസിഡ്. നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മകുല ലൂട്ടിയ. ഇത് പുതിയ വാക്കാണ് പലർക്കും അല്ലെ, മകുല ലൂട്ടിയ. നേത്രഗോളത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കും ഇച്ചിരി ടഫാക്കണമെങ്കിൽ പരീക്ഷയിൽ എടുത്തെടുക്കുക. നമ്മളാണെങ്കിൽ ഈ പേര് കേട്ടിട്ടുമില്ല അല്ലെ. എന്താണ്? നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള അല്ലെ. ഈ മഞ്ഞ നിറം എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ യെല്ലോ സ്പോട്ട് ആണോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം അല്ലെ. ഇനിയിപ്പം നിങ്ങൾക്ക് മാറിപ്പോകത്തില്ല. നിങ്ങൾ മകുല ലൂട്ടിയ എന്താണെന്ന് പഠിച്ചു അല്ലെ. എന്താ മകുല ലൂട്ടിയ? നേത്രഗോളത്തിന്റെ പിൻഭാഗത്ത് അന്ധബിന്ദുവിന്റെ തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്ന മഞ്ഞ നിറമുള്ള ബിന്ദുവാണ് മകുല ലൂട്ടിയ. കോക്ലിയയിലെ അറകളുടെ എണ്ണം എത്രയാണ്? 3 അറകളാണ്. ഇത് നമുക്കറിയാം അല്ലെ. കോക്ലിയയിലെ അറകളുടെ എണ്ണം 3 ആണ്. നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി എന്ന് പറയുന്നത് ഓക്കുലോ മോട്ടാർ നാഡിയാണ്, അല്ലെങ്കിൽ ഓക്കുലോ മോട്ടാർ നെർവാണ് അല്ലെ. നേത്രഗോളത്തിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഓക്കുലോ മോട്ടാർ നെർവ് അഥവാ ഓക്കുലോ മോട്ടാർ നാഡി. ഇനി ശ്രവണം, ഗന്ധം, രുചി എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിങ്കോളജി. ഓട്ടോലാരിങ്കോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടോയെയും ലോറിയെയും കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിങ്കോളജി. അല്ല, ശ്രവണം, ഗന്ധം, രുചി. എന്തൊക്കെയാണ്? ശ്രവണം അല്ലെ, കേൾക്കുക, ഗന്ധം, മണമറിയുക, രുചി, ടേസ്റ്റ് അല്ലെ, എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് ഓട്ടോലാരിങ്കോളജി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്യൻ നാളിയാണ്. യൂസ്റ്റേക്യൻ നാളി. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്യൻ നാളി അല്ലെ. ബാഹ്യകർണം, മധ്യകർണം, ആന്തരകർണം എന്ന് നമ്മുടെ കർണത്തെ അല്ലെങ്കിൽ ചെവിയുടെ ഭാഗങ്ങളെ തിരിച്ചിട്ടുണ്ട്. അതില് മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്യൻ നാളി. മനുഷ്യ ശരീരത്തിൽ ആന്തരകർണത്തിലുള്ള ദ്രാവക ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അത് എൻഡോലിംഫും പെരിലിംഫുമാണ്. എൻഡോലിംഫും പെരിലിംഫും ഈ 2 പേരും നമ്മൾ സ്കൂൾ ലെവലിൽ കേട്ടിട്ടുള്ളത് ചെവിയുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അല്ലെ. മനുഷ്യ ശരീരത്തിൽ ആന്തരകർണത്തിലുള്ള ദ്രാവക ഭാഗങ്ങൾ എന്ന് പറയുന്നത് എൻഡോലിംഫും പെരിലിംഫുമാണ്. മനുഷ്യ ശരീരത്തിൽ എൻഡോലിംഫ് കാണപ്പെടുന്ന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്തരകർണമാണ്. മനുഷ്യ ശരീരത്തിൽ എൻഡോലിംഫ് കാണപ്പെടുന്ന ഭാഗം ഏതാണ്? ആന്തരകർണമാണ്. ആന്തരകർണം. ഏത് അവയവം പരിശോധിക്കാനാണ് ഓട്ടോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ചെവി പരിശോധിക്കാൻ. ഏത് അവയവം പരിശോധിക്കാനാണ് ഓട്ടോസ്കോപ്പ് ഉപയോഗിക്കുന്നത്? ഓട്ടോസ്കോപ്പ് ചെവി പരിശോധിക്കാനാണ്. ഒച്ചിന്റെ ആകൃതിയിലുള്ള ചെവിയിലെ ഭാഗമാണ് കോക്ലിയ എന്നറിയപ്പെടുന്നത്. ഒച്ചിന്റെ ആകൃതിയാണ് കോക്ലിയയ്ക്ക്. കോക്ലിയയ്ക്ക് ഒച്ചിന്റെ ആകൃതിയാണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് കേട്ടിട്ടുണ്ട്. ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുടെ ഏത് ഭാഗത്താണ് കാണപ്പെടുന്നത്? ആന്തരകർണത്തിലാണ്. ഓർഗൻ ഓഫ് കോർട്ടി എവിടെയാണ് കാണപ്പെടുന്നത്? ആന്തരകർണത്തിലാണ് ഓർഗൻ ഓഫ് കോർട്ടി കാണപ്പെടുന്നത്. ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിന്റെ ഭാഗമാണ് ചെവിക്കുട അല്ലെ. എന്താണ് ചെവിക്കുട? ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുന്ന ബാഹ്യകർണത്തിന്റെ ഭാഗം അല്ലെ. നമ്മുടെ പുറമേയുള്ള ചെവിയുടെ ഭാഗമാണല്ലോ ബാഹ്യകർണം. അതിന്റെ ഭാഗമാണ് ചെവിക്കുട എന്ന് പറയുന്നത്. ചെവിക്കുള്ളിൽ മർദ്ദം തുലനം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്യൻ നാളി. എന്താണ്? ചെവിക്കുള്ളിൽ മർദ്ദം തുലനം ചെയ്യുവാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേക്യൻ നാളി. അടുത്തൊരു പോയിന്റ് നോക്കാം. ശ്രവണത്തിന് സഹായിക്കുന്ന, അതായത് ശബ്ദഗ്രാഹികളുള്ള ചെവിയിലെ ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അത് കോക്ലിയാണ്. ശ്രവണത്തിന് സഹായിക്കുന്ന ശബ്ദഗ്രാഹികളുള്ള ചെവിയിലെ ഭാഗം കോക്ലിയാണ്. മനുഷ്യരുടെ ശ്രവണസ്ഥിരത എത്രയാണ്? അത് 10-1 സെക്കൻഡാണ്. ശ്രവണസ്ഥിരത അല്ലെ. ശ്രവണസ്ഥിരത 10-1 സെക്കൻഡാണ്. മനുഷ്യരുടെ ശ്രവണസ്ഥിരത 10-1 സെക്കൻഡാണ്. ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങൾ പൊതുവായി അറിയപ്പെടുന്ന പേര് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്താണ്? ശരീര തുലന നില പാലിക്കാൻ സഹായിക്കുന്ന ആന്തരകർണത്തിലെ ഭാഗങ്ങളെ പൊതുവായി അറിയപ്പെടുന്ന പേരെന്താ? വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ചെവിയെയും അതിനെ ബാധിക്കുന്ന രോഗങ്ങളെയും കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓട്ടോളജി. ഡാർവിൻസ് ട്യൂബർക്കിൾ. എന്താണ് ഡാർവിൻസ് ട്യൂബർക്കിൾ? കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ചെവിയിലാണ് അല്ലെ. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് ചെവിയിലാണ്. ഇതൊരു പുതിയ പോയിന്റ് ആയിരിക്കും പലർക്കും അല്ലെ. ഡാർവിൻസ് ട്യൂബർക്കിൾ നോട്ട് ചെയ്തോളുക. ഇതൊക്കെ എടുത്ത് ചോദിച്ചാലോ നോട്ട് ചെയ്തോളുക. ഡാർവിൻസ് ട്യൂബർക്കിൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിലാണ്? ചെവിയിലാണ് അല്ലെ. ഇനി ഓർഗൻ ഓഫ് കോർട്ടി. എന്താണ് ഓർഗൻ ഓഫ് കോർട്ടി എന്നത്? ഏത് അവയവുമായി ബന്ധപ്പെട്ടതാണ്? ചെവി അല്ലെ. ചെവിയുമായി ബന്ധപ്പെട്ടതാണ് ഓർഗൻ ഓഫ് കോർട്ടി എന്നറിയപ്പെടുന്നത്. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി എന്ന് പറയുന്നത് 20,000 20,000 ഹെർട്സിനും ഇടയ്ക്കാണ് അല്ലെ.
മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തി 20,000 20,000 ഹെർട്സിനും ഇടയ്ക്കാണ് അല്ലെ. നമുക്ക് ഈ വർഷം ലാസ്റ്റോട് കൂടി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വിളിക്കുമെന്ന് പറയുന്നു, അതേപോലെ KAS ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു ടെക്സ്റ്റാണ് കേട്ടോ ഇവരിപ്പോൾ ഇറക്കിയിട്ടുള്ള ഈ പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ KAS ഒക്കെ നോക്കാൻ താല്പര്യമുള്ളവർ LD കഴിഞ്ഞ് പഠിത്തമൊന്നും നിർത്തരുത്. നമ്മുടെ ഒന്നെങ്കിൽ ഈ പുസ്തകം മേടിച്ച് വായിക്കുക, അല്ലെങ്കിൽ പുസ്തകം മേടിച്ചിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സും 2x സ്പീഡിലിട്ടെങ്കിലും നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. കാരണം ഇതൊരു അസറ്റായിരിക്കും, നിങ്ങൾക്കൊരു ബേസിക്, നിങ്ങൾക്ക് പക്ക ഒരു ഫൗണ്ടേഷൻ കിട്ടും ഈ പുസ്തകത്തിലെ ക്ലാസ്സുകളൊക്കെ വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കേൾക്കുകയാണെങ്കിൽ. അപ്പോൾ ബാക്കി പോയിന്റ് നമുക്ക് നോക്കാം. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ചെവിയെ തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്നതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെ. ചിലയിടത്തൊക്കെ യൂസ്റ്റേഷ്യൻ നാളി എന്നൊക്കെ പറയാറുണ്ട്. യൂസ്റ്റേഷ്യൻ ട്യൂബ് അല്ലെങ്കിൽ യൂസ്റ്റേഷ്യൻ നാളി അല്ലെ. എന്താണ് അത്, എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? അത് ചെവിക്കും തൊണ്ടയും ഇടയ്ക്കായിട്ടാണല്ലേ, ചെവിയെ തൊണ്ടയുമായി ബന്ധിപ്പിക്കുന്നതാണ് ഈ യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. വിവിധ ദിശകളിൽ നിന്നുള്ള ശബ്ദങ്ങളെ ചെവിക്കുള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്ന ബാഹ്യകർണത്തിലെ ഭാഗമാണ് ചെവിക്കുട എന്ന് പറയുന്നത്. എന്താണ്? വിവിധ ദിശകളിൽ നിന്ന്, അതായത് കർണത്തിന്റെ പുറമേ കാണുന്ന ഭാഗമാണ് ചെവിക്കുട, നമ്മുടെ ചെവി അല്ലെ. പുറമേ നിന്ന് ചെവി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതല്ലേ, പുറമേ നിന്ന് കാണുന്നത്. അപ്പൊ ആ പുറമേ കാണുന്ന സംഭവമാണ് ചെവിക്കുട എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. കർണപടത്തിന് ഇരുവശത്തുമുള്ള മർദ്ദം ക്രമീകരിക്കുന്നത് യൂസ്റ്റേഷ്യൻ ട്യൂബാണ് കേട്ടോ. അപ്പൊ എന്താണ് കർണപടം? നമുക്കറിയാലോ, കർണപടം പൊട്ടിപ്പോന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഈ ചെവി ചൊറിയാൻ നേരത്തല്ലേ പെൻസിലൊന്നും ഇടരുതെന്ന് പറയും. എന്താ കർണക്കല്ല് പൊട്ടിപ്പോന്ന് പറയും നമ്മൾ അല്ലെ, കൊളോക്കിയൽ ലാംഗ്വേജിൽ കർണക്കല്ല് പൊട്ടിപ്പോന്ന് പറയും. ആക്ച്വലി അവിടെ കർണപടമുണ്ട്, ഒരു നേർത്ത പടമാണ്. എന്താണ്, ഒരു നേരത്തെ പാട പോലെയാണ്. അതിലേക്കൊന്നും ഇടരുത്, അത് ആ ടെമ്പർ ഇങ്ങനെ വലിച്ചു കിട്ടിയിരിക്കുന്ന ഒരു ടെമ്പറിലാണ്, അതങ്ങ് പൊട്ടിപ്പോകും അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എന്താണ്, ഒരു എയർ പാസേജ് ഉണ്ട്, വായു പാസ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്, അതായത് ഈ കർണപടത്തിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും 2 തരത്തിലുള്ള മർദ്ദമായിരിക്കും എപ്പോഴും ഉണ്ടാകാൻ. അപ്പോൾ 2 തരത്തിലുള്ള മർദ്ദം വന്നാലും ആ കർണപടം പൊട്ടിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് 2 വശത്തുമുള്ള മർദ്ദത്തെ ക്രമീകരിച്ച് ഏകദേശം ഒരേപോലെ ആക്കി നിർത്താൻ സഹായിക്കുന്ന നമ്മുടെ ചെവിക്കുള്ളിലെ ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ എന്താണ് ഇത്രയേ ഉള്ളൂ. കർണപടം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചെവിക്കല്ല് എന്നൊക്കെ പറയുമ്പോൾ ഒരു പാടയുണ്ട് ചെവിയുടെ അകത്ത്. ആ പാടയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള മർദ്ദം ക്രമീകരിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂളിലെ ഓട്ടോലിത്ത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത് കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ്. കാൽസ്യം കാർബണേറ്റ് അല്ലെ. വെസ്റ്റിബ്യൂളിലെ ഓട്ടോലിത്ത് നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ്. ചെവിക്കുള്ളിൽ മെഴുക് ഉൽപ്പാദിപ്പിക്കുന്ന സെറുമിനസ് ഗ്രന്ഥികൾ കാണപ്പെടുന്ന ഭാഗം കർണനാളമാണ്. നിങ്ങളൊന്ന് ഒരു കാര്യം ആലോചിച്ചിട്ടില്ലേ, നമ്മൾ ചെവി ചൊറിയാൻ നേരത്തെ അല്ലെ, ചെവിയിൽ നമ്മൾ ബഡ്സ് ഒക്കെ ഇട്ട് അഴുക്കെടുക്കാൻ നേരത്തെ നമ്മൾ ആലോചിച്ചിട്ട് ഇതിന് മാത്രം അഴുക്ക് ഇതെങ്ങനെ ഇതിനകത്ത് കയറി എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? അപ്പോൾ ആക്ച്വലി അത് അഴുക്ക് അങ്ങനെ മൊത്തം അങ്ങനെ അഴുക്ക് അഴിഞ്ഞ് അതിനകത്തോട്ട് കയറുന്നതല്ല, കുറേയൊക്കെ പൊടി അകത്തോട്ട് കയറുന്നതുണ്ട്. അതുകൂടാതെ ഒരു മെഴുക് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ചെവിക്കുള്ളിൽ തന്നെ. ഏതാണ്? സെറുമിനസ് ഗ്രന്ഥികൾ ഒരു മെഴുക്ക് ഉൽപ്പാദിപ്പിക്കും. ആ മെഴുക്ക് അവിടെയുള്ള പൊടിപടലവും അതെല്ലാം ആയിട്ട് കൂടിച്ചേർന്ന് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ചെറിയ പ്രാണികളോ ഒന്നും അകത്തേക്ക് കയറാത്തത്, ഈ മെഴുക് വരുന്നത് കൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താ? സെറുമിനസ് ഗ്രന്ഥികളുണ്ട്. ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന മെഴുക് അവിടെ വന്നിട്ട് ചെറിയ പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും പൊടിപടലങ്ങളുണ്ടെങ്കിലും ഈ മെഴുകിൽ പറ്റിപ്പിടിച്ചിട്ട് ആ മെഴുക് നമ്മളിപ്പോൾ ചെവിയിൽ നിന്ന് എടുത്ത് കളഞ്ഞാലും ഇല്ലെങ്കിലും അത് ഓൾറെഡി പൊയ്ക്കോളും, തനിയൊക്കെ ആണെങ്കിലും ആയിട്ട് ഇങ്ങോട്ട് പുറത്തോട്ട് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കാം. ഞാനിത് പറഞ്ഞത് ചെവിക്കുള്ളിൽ ഈ കൂർത്ത സാധനങ്ങളൊന്നും ഇട്ട് തിരികെ കയറ്റരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഓർക്കുക, അടുത്തത് കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം റൗണ്ട് വിൻഡോയാണ്. റൗണ്ട് വിൻഡോ അല്ലെ. എന്താണ്? കോക്ലിയയ്ക്കകത്തുള്ള ദ്രവത്തിന്റെ ചലനത്തിന് സഹായിക്കുന്ന ഭാഗം ഏതാണ്? റൗണ്ട് വിൻഡോയാണ്. റൗണ്ട് വിൻഡോ. ബാഹ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന വൃത്താകാരാകൃതിയിലുള്ള സ്ഥലമാണ് കർണപടം എന്ന് പറയുന്നത് അല്ലെ. സ്ഥലമാണ് അല്ലെ. ബാഹ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന വൃത്താകാരാകൃതിയിലുള്ള സ്ഥലം എന്താണ്? കർണപടം അല്ലെ. ഈ വൃത്താകാരാകൃതി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു സിനിമയിലെ ഡയലോഗാണ് ഓർക്കുന്നത്. ഈ നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് പറയുന്നൊരു കോമഡി അല്ലേ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി എന്ന് പറയുന്നത് പോലെ വൃത്താകാരാകൃതിയിലുള്ള സ്ഥലമാണ് കർണപടം. എന്ത്? ബാഹ്യകർണത്തെയും ആന്തരകർണത്തെയും വേർതിരിക്കുന്ന വൃത്താകാരാകൃതിയിലുള്ള സ്ഥലമാണ് കർണപടം. യൂട്രിക്കിളും സാക്യൂളും കാണപ്പെടുന്ന ചെവിയിലെ ഭാഗം വെസ്റ്റിബ്യൂൾ ആണ് കേട്ടോ. യൂട്രിക്കിളും സാക്യൂളും കാണപ്പെടുന്ന ചെവിയിലെ ഭാഗം ഏതാണ്? വെസ്റ്റിബ്യൂൾ ആണ്. നിങ്ങൾ പരമാവധി ആ ഒരു പിക്ചർ വെച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ വളരെ എളുപ്പമായിരിക്കും.
കർണപുടത്തിന് ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് യൂസ്റ്റേഷ്യൻ നാളി. ഓൾറെഡി പറഞ്ഞു. കർണപടത്തോട് ചേർന്നിരിക്കുന്ന ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് എന്ന് പറയുന്നത് അല്ലെ. സ്റ്റേപ്പിസിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും ചെറിയ അസ്ഥി അല്ലെ സ്റ്റേപ്പിസ്. ശരീരത്തിലെ തുലനനില നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം പൊതുവായി അറിയപ്പെടുന്ന പേര് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. എന്താണ്? ശരീരത്തിന്റെ തുലനനില നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ചെവിയിലെ ഭാഗം പൊതുവായി അറിയപ്പെടുന്നത് പേര് വെസ്റ്റിബുലാർ അപ്പാരറ്റസ് എന്നാണ്. സ്റ്റേപ്പിസും ആന്തരകർണവും ചേരുന്ന ഭാഗമാണ് ഓവൽ വിൻഡോ എന്നറിയപ്പെടുന്നത്. എന്താണ്? സ്റ്റേപ്പിസും ആന്തരകർണവും ചേരുന്ന ഭാഗം ഓവൽ വിൻഡോ എന്നറിയപ്പെടുന്നു. കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണ ഭാഗം കോക്ലിയയാണ്. ആന്തരകർണത്തിന്റെ ഭാഗം കോക്ലിയ. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാസിസ് എന്നാണ്. മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്ന പേരെന്താണ്? എപ്പിസ്റ്റാസിസ്. മൂക്കിനെ കുറിച്ചുള്ള പഠനം റൈനോളജി എന്നാണ്. മൂക്കിനെ കുറിച്ചുള്ള പഠനം എന്താണ്? റൈനോളജി. അപ്പൊ റൈനോളജി എന്ന് പറഞ്ഞാൽ മൂക്കിനെ കുറിച്ചുള്ള പഠനം. മൂക്കിലെ 2 കുഴലുകളെ വേർതിരിക്കുന്ന ഭിത്തിയുടെ പേര് സെപ്റ്റം എന്നാണ്. സെപ്റ്റം എന്നാണ്. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഓൾഫാക്ടറി നാഡി അല്ലെ. ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി, അതായത് മണം അറിയുന്നതുമായി ബന്ധപ്പെട്ട നാഡി എന്താണ്? ഓൾഫാക്ടറി നെർവാണ്. ഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിവില്ലാത്ത അവസ്ഥയാണ് അനോസ്മിയ എന്ന് പറയുന്നത്. ഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയില്ലാത്ത അവസ്ഥ എന്താണ്? അനോസ്മിയ. ഗന്ധം തിരിച്ചറിയുന്നതിന് പാമ്പിന് സഹായകമായ നാക്കിലെ ഭാഗമാണ് ജേക്കബ്സൺസ് അവയവം അല്ലെ. ജേക്കബ്സൺസ് ഓർഗൻ എന്നറിയപ്പെടുന്നു. ഗന്ധം തിരിച്ചറിയുന്നതിന് പാമ്പിന് സഹായകമായ നാക്കിലെ ഭാഗം ജേക്കബ്സൺസ് ഓർഗൻ. നാവിന്റെ അറ്റത്ത് ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണുള്ളത്? മധുരം അല്ലെ. നിങ്ങൾക്കിപ്പോൾ ഒരു ലഡു തരുന്നു എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ ലഡു അല്ലെ നാക്കിലേക്ക്, ആ തുമ്പത്തേക്ക് വെക്കുമ്പോൾ തന്നെ അതിന്റെ മധുരം അറിയാൻ പറ്റില്ലേ? ലഡു. അപ്പോൾ മധുരം എന്നുള്ളത് എന്താണ്? നാവിൻ്റെ അറ്റത്താണ് അല്ലെ. ആ മധുരം എന്ന രുചി അറിയാനുള്ള ഗ്രാഹികൾ ഉള്ളത്. എന്താണ്? മധുരം അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് പായസം തരുന്നു അല്ലെ. പായസം കുടിക്കാൻ നിങ്ങൾ നാക്കിലേക്ക് വെക്കുമ്പോൾ, ആ തുമ്പത്ത് വെക്കുമ്പോൾ തന്നെ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അറ്റത്ത് വെക്കുമ്പോൾ തന്നെ എന്താണ്? മധുരം ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ നാവിന്റെ അറ്റത്താണ് മധുരമുള്ളത്. 6ാമത്തെ രുചി എന്നറിയപ്പെടുന്നത് ഒളിഗോഗസ്റ്റസ് ആണ്. ആറാമത്തെ രുചി എന്താണ്? ഒളിഗോഗസ്റ്റസ് ആണ് 6ാമത്തെ രുചി. ഇനി കുറച്ച് നേത്ര രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ജസ്റ്റ് പഠിച്ചു പോകുന്നത്. നേത്ര രോഗങ്ങൾ അല്ലെ. നോക്കാം. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ ആണ്. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കണ്ണിനകത്ത് അസാമാന്യ മർദ്ദം അല്ലെ, പ്രഷർ, അസാമാന്യ മർദ്ദം ഉളവാക്കുന്ന വൈകല്യമാണ് ഗ്ലോക്കോമ. കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനോളിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. വെള്ളെഴുത്ത് എന്ന നേത്രരോഗത്തിന്റെ ശാസ്ത്രനാമം ഹൈപ്പർ മെട്രോപ്പിയ എന്നാണ്. വെള്ളെഴുത്ത് എന്താണ്? ഹൈപ്പർ മെട്രോപ്പിയ. പുസ്തകത്തിലെ ഈ PSC ബുള്ളറ്റിനിൽ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ചില വിവരങ്ങൾ ഒരുപക്ഷെ നമ്മുടെ റാങ്ക് ഫെയിൽ വിവരങ്ങളുമായിട്ട് പൊരുത്തപ്പെടില്ല അല്ലെ. അങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക. ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാവുന്ന നേത്രരോഗമാണ് വർണ്ണാന്തത. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയും. അതായത് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയാണ് അല്ലെ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരാളെ ഡ്രൈവറോ അല്ലെങ്കിൽ പൈലറ്റോ ഒക്കെ ആക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും അല്ലെ. കാരണം പൈലറ്റൊക്കെയാണ് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റണ്ടേ അടുത്തേക്ക് വരുമ്പോൾ. അപ്പം അങ്ങനെ അല്ലെ, അതിനൊരിക്കലും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡ്രൈവർ, പൈലറ്റ് തുടങ്ങിയ ജോലികൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് അയോഗ്യതയ്ക്ക് കാരണമാവുന്നത് ഇത് രോഗമായിട്ട് വർണ്ണാന്തതയെ എടുത്തിട്ടുള്ളത്. കളർ ബ്ലൈൻഡ്നെസ്. നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ ആധാരമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് സീറോഫ്താൽമിയ? നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗം. എന്താണ്? നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമാകുന്നതിനെ തുടർന്നുണ്ടാകുന്ന രോഗമാണ് സീറോഫ്താൽമിയ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ് അല്ലെ. മാലക്കണ്ണ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മങ്ങിയ വെളിച്ചത്തിലാണ് അല്ലെ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്ന രോഗമാണ് മാലക്കണ്ണ്. ചിലർക്ക് സന്ധ്യ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ കാഴ്ചശക്തി കുറഞ്ഞു വരും. അതാണ് മാലക്കണ്ണ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു പോയിന്റ് അടുത്ത പേജിലാണ് നമുക്ക് നോക്കാം.
അടുത്ത പോയിന്റ്, നാവിൻ്റെ ഇരുവശത്തും മുൻഭാഗത്തായി ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണ് ഉള്ളത്? ഉപ്പ് അല്ലേ? ഉപ്പ്. എന്താണ്? നാവിൻ്റെ ഇരുവശത്തും മുൻഭാഗത്തായി ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണ് ഉള്ളത്? ഉപ്പ്. രസമുകുളങ്ങൾ കാണപ്പെടുന്ന നാക്കിലെ ഭാഗം പാപ്പില്ലയാണ് അല്ലേ? പാപ്പില്ലയിൽ രസമുകുളങ്ങൾ കാണാൻ പറ്റും. രസമുകുളങ്ങൾ കാണപ്പെടുന്ന നാക്കിലെ ഭാഗം ഏതാണ്? പാപ്പില്ല. രുചിയറിയാൻ സഹായിക്കുന്ന നാക്കിലെ ഭാഗം രസഗ്രാഹികളാണ്. രസഗ്രാഹികൾ അല്ലെങ്കിൽ രസഗ്രാഹികളാണ് രുചി അറിയാൻ സഹായിക്കുന്നത്. നാവിൻ്റെ ഇരുവശത്തും പിൻഭാഗത്തായി ഏത് രുചി അറിയുന്നതിനുള്ള ഗ്രാഹികളാണുള്ളത്? പുളിയാണ് അല്ലെ? പുളി, വാളൻ പുളി, നല്ല വാളൻ പുളി എന്ന് പറയുമ്പോഴേ നമ്മുടെ അത് ആലോചിക്കുമ്പോഴേ നമ്മുടെ വായിൽ വെള്ളം വരും അല്ലെ? പുളി രുചി അറിയുന്നത് എവിടെ വെച്ചിട്ടാണ്? നാവിൻ്റെ ഇരുവശത്തും പിൻഭാഗത്തായി ആണ് പുളി രുചി അറിയുന്നത്. നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി എന്നറിയപ്പെടുന്നത്. ഹൈപ്പോഗ്ലോസൽ നെർവ്. നാവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡി ഹൈപ്പോഗ്ലോസൽ നെർവ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോഗ്ലോസൽ നാഡി. പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ്? അത് മധുരം, കയ്പ്, അതേപോലെ പുളി, ഉപ്പ് എന്നിവയാണ് പ്രാഥമിക രുചികൾ അല്ലെ? മധുരം, കയ്പ്, പുളി, ഉപ്പ്. അടുത്തത്, തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിനാണ്. തലമുടിക്ക് നിറം നൽകുന്നത് മെലാനിനാണ്. രുചി, മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാഡി ഫേഷ്യൽ നെർവാണ്. എന്താണ്? രുചി, മുഖഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ്? ഫേഷ്യൽ നെർവാണ്. ഫേഷ്യൽ നെർവ് അല്ലെ? ഫേഷ്യൽ നെർവ്. കയ്പറിയുന്നതിനുള്ള രുചിഗ്രാഹികൾ നാവിൻ്റെ ഏത് ഭാഗത്താണുള്ളത്? വായ്ക്കകത്ത്, നാവിൻ്റെ ഉൾവശത്ത് അല്ലേ? അതാണ് നമ്മൾ കയ്പുണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? നാവിൻ്റെ തുമ്പത്ത് എടുത്ത് വയ്ക്കുക. തുമ്പത്ത് മധുരമാണ്. നാവിൻ്റെ തുമ്പത്ത് ഒരു വസ്തു വെച്ചിട്ട് അത് അകത്തേക്ക് എടുത്ത് അല്ലേ നാവിൻ്റെ ഉൾവശത്ത് ചെല്ലുമ്പോഴാണ് അയ്യോ കയ്പ് അല്ലേ? പിന്നെയാണ് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥ വരും. അങ്ങനെ അപ്പോൾ ആ വായ്ക്കകത്ത് നാവിൻ്റെ ഉൾവശത്താണ് കയ്പ് അറിയുന്നതിനുള്ള രുചിഗ്രാഹികൾ അല്ലേ? ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് വായിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മുടിക്കും ത്വക്കിനും നിറമില്ലാത്ത അവസ്ഥ ആൽബിനിസം എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? എന്താണ്? മുടിക്കും ത്വക്കിനും നിറമില്ലാത്ത അവസ്ഥ എന്താണ്? ആൽബിനിസം. ചർമ്മത്തിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിനാണ്. അതുപോലെ തലമുടിക്ക് നിറം നൽകുന്നതും മെലാനിനാണ്. ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയമാണ് നമ്മുടെ ത്വക്ക് എന്ന് പറയുന്നത്. എന്താണ്? ചൂട്, തണുപ്പ്, മർദ്ദം, സ്പർശം ഈ 4 സംവേദനങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയമാണ് നമ്മുടെ ത്വക്ക്. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് നമ്മുടെ ചർമ്മത്തിലാണ് കേട്ടോ. കെരാറ്റിൻ എന്ന പദാർത്ഥം എവിടെ കാണുന്നു? ചർമ്മത്തിൽ. കെരാറ്റിൻ എന്ന പദാർത്ഥം ഉള്ളത് ചർമ്മത്തിലാണ്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേരാണ് സ്കാൽപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. തലയോട്ടിയിലെ കട്ടിയുള്ള ചർമ്മത്തിന്റെ പേരെന്താണ്? സ്കാൽപ്പ് എന്നാണ്. സ്കാൽപ്പ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം സീബം ആണ്. ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ്? സീബം ആണ്. ത്വക്കിന്റെ പുറത്തെ പാളിയാണ് എപ്പിഡെർമിസ് എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ അതിചർമ്മം എന്നറിയപ്പെടുന്നത്. ത്വക്കിന്റെ പുറത്തെ പാളി എങ്ങനെ അറിയപ്പെടുന്നു? എപ്പിഡെർമിസ് അഥവാ അതിചർമ്മം എന്നറിയപ്പെടുന്നു. അടുത്തൊരെണ്ണം, എക്സിമ ബാധിക്കുന്ന ശരീരഭാഗമാണ് ത്വക്ക്. എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. എക്സിമ ബാധിക്കുന്ന ശരീരഭാഗം ത്വക്കാണ്. മനുഷ്യ നഖം അല്ലെ? നഖം എന്നത് ശരിക്കും ഒരു പ്രോട്ടീനാണ്. കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് അല്ലെ? മനുഷ്യ നഖം, നമ്മുടെ കയ്യിലെയും കാലിലെയും നഖം ഇല്ലേ? ആ നഖം യഥാർത്ഥത്തിൽ ഒരു പ്രോട്ടീനാണ്. ശരിക്കും പറഞ്ഞാൽ അത് കെരാറ്റിൻ എന്ന പ്രോട്ടീനാണ് അല്ലെ? മനുഷ്യ ശരീരത്തിൽ സൺബേണിന് കാരണമായ കിരണങ്ങൾ അൾട്രാവയലറ്റ് കിരണങ്ങളാണ് അല്ലെ? ചില നിറമുള്ള ആൾക്കാർ അല്ലെ വെയിലത്ത് പോയി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് സൺബേൺ അടിച്ചിട്ട് നിറത്തിന് ഒരു മങ്ങൽ വരും അല്ലെ? അതാണ് സൺബേൺ എന്നറിയപ്പെടുന്നത്. അതിന് കാരണം അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് കേട്ടോ. അവയവം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതെന്ന് ചോദിച്ചാൽ അത് ത്വക്കാണ്. ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്ന് ചോദിച്ചാൽ അതും എന്താണ്? ത്വക്കാണ് അല്ലെ? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാലും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാലും അത് ത്വക്കാണ്. മനുഷ്യ ശരീരത്തിലെ ത്വക്ക് മാറി പുതിയതാവാൻ എത്ര ദിവസം എടുക്കും? എത്ര കാലം എടുക്കും? 30 ദിവസം അല്ലെ? ഓരോ 30 ദിവസം കൂടുമ്പോഴും നമ്മുടെ തൊലി അല്ലെങ്കിൽ ത്വക്കിലെ കോശങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അല്ലേ? പക്ഷെ നമ്മളെന്താ അറിയാത്തത്? നമുക്കൊരു ബേസിക് കളർ ഉണ്ട് അല്ലേ നമ്മുടെ ശരീരത്തിന്. അത് മാത്രമല്ല, നമ്മൾ കുളിക്കുമ്പോൾ ഇതിൽ കുറേ ഡെഡ് സെൽസ് ഒക്കെ ഓൾറെഡി കുളിക്കുമ്പോൾ നമ്മൾ തേച്ചുരച്ച് കഴുകിക്കളഞ്ഞ് വിടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ ഓരോ 30 ദിവസം കൂടുമ്പോഴും അല്ലേ ത്വക്കിലെ അല്ലെങ്കിൽ
മാറി മാറി അതിൻ്റെ സ്കിൻ സെൽസ് ഒക്കെ മാറി മാറി വരുന്നുണ്ട്. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്വേദഗ്രന്ഥികളാണ്, സ്വെറ്റ് ഗ്ലാൻസ് എന്നറിയപ്പെടുന്നു അല്ലെ. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി സ്വേദഗ്രന്ഥികളാണ്, സ്വേദഗ്രന്ഥികൾ. ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ത്വക്കാണ്. ശരീരത്തിലെ താപനില അല്ലെ, ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ഏതാണ്? ത്വക്കാണ്. സീബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്ലാൻഡ് എന്നറിയപ്പെടുന്നു. സീബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ഏതാണ്? സെബേഷ്യസ് ഗ്രന്ഥികൾ എന്നാണ് അല്ലെ. നമുക്ക് ഒരു സബ്ജക്റ്റിനെ കുറേ നേരം പഠിക്കുമ്പോൾ നമുക്കൊരു ബോറിംഗ് ഒക്കെ തോന്നും. പക്ഷെ എന്ത് ചെയ്യാനാ, നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന കഷ്ടപ്പാടാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ അവസരം ഉണ്ടാക്കി തരുന്നത് അല്ലെ. ഇപ്പം നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നല്ലൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മാസം മാസം ശമ്പളവും കിട്ടും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലും മാറും അല്ലെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു മടി അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് നിങ്ങൾ ദയവ് ചെയ്ത് അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കരുത്. കാരണം നിങ്ങൾ ഒരു 2 മാസം കൂടെ കഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലെവൽ തന്നെ മാറാൻ പോവുകയാണ്. അതുകൊണ്ട് എനിക്കറിയാം കണ്ടിന്യൂസ് ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ട് നിങ്ങൾ കേൾക്കുകയാണല്ലോ. അപ്പോൾ ഇപ്പം തന്നെ തീരും ഈ ഒരു ടോപ്പിക്ക് നമുക്കിപ്പോൾ തീർക്കാം. സീബം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികളാണ്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി എന്നാണ് അറിയപ്പെടുന്നത്. ത്വക്കിനെ കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി. ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അതിചർമ്മമാണ്. അതിചർമ്മം അഥവാ എപ്പിഡെർമിസ് ആണ്. എന്താണ് ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി? ഏതാണ്? അതിചർമ്മം അഥവാ എപ്പിഡെർമിസ് ആണ്. സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി ത്വക്കുണ്ട്? 17. ഇതൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഇതിനു മുമ്പ് എവിടെയും ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീക്ക് എത്ര ചതുരശ്ര അടി ത്വക്കുണ്ട്? 17 അല്ലെ, 17. ത്വക്കിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥ അൽബിനിസം ആണ് അല്ലെ. ത്വക്കിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? അൽബിനിസം ആണ് അല്ലെ. അൽബിനിസം ഉള്ള ആൾക്കാർ അവർക്ക് ഈ വെയിൽ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ കഷ്ടമാണ് കേട്ടോ. അത് അങ്ങനെ ഇപ്പോൾ എന്താ പറയുക, അൽബിനിസം ഉള്ളവർ ആരെങ്കിലും ഒക്കെ നിങ്ങൾ കാണുക, അവരെ പരിചയപ്പെടാൻ അവസരം ഉണ്ടായാൽ അവരോട് ചോദിക്കണം. നമ്മൾ കഴിയുന്ന പോലെയല്ല, അവർക്ക് ചൂടൊക്കെ അധികം താങ്ങാൻ പറ്റില്ല. ത്വക്കിൽ മെലാനിന്റെ കുറവ് കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് അൽബിനിസം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന പ്രധാന അവയവം ഏതാണ്? അത് ത്വക്കാണ് അല്ലെ. ത്വക്ക് മനുഷ്യന്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്ന പ്രധാന അവയവം ത്വക്കാണ്. മനുഷ്യന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു മെലാനിനാണ്. മനുഷ്യന്റെ തൊലിയിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണവസ്തു മെലാനിനാണ്. തലമുടിയിടയ്ക്ക് നിറം നൽകുന്നതും മെലാനിനാണ്. മനുഷ്യന്റെ ത്വക്കിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 20 ചതുരശ്ര അടിയാണ് അല്ലെ. എന്താണ്? മനുഷ്യന്റെ ത്വക്കിന്റെ വിസ്തീർണം 20 ചതുരശ്ര അടിയാണ്. മുടിയിലടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കെരാറ്റിൻ ആണ് അല്ലെ. നമ്മുടെ നഖത്തിലും മുടിയിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം ഏതെന്ന് ചോദിച്ചാൽ അത് കെരാറ്റിൻ ആണ്. മെലനോമ എന്ന ക്യാൻസർ ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ത്വക്കിനെ ബാധിക്കുന്ന ക്യാൻസർ ആണ് മെലനോമ. അതിചർമ്മത്തിന്റെ മേൽപ്പാട അടർന്നു മാറുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമാണ് സോറിയാസിസ് അല്ലെ. ഈ സോറിയാസിസ് ഉള്ള ആൾക്കാരെ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലേ. അവരുടെ അവസ്ഥയും വളരെ കഷ്ടമാണ് അല്ലെ. അതിചർമ്മത്തിന്റെ മേൽപ്പാട ഇങ്ങനെ അടർന്നു മാറിക്കൊണ്ടിരിക്കും. അടർന്നു മാറുന്ന കാരണം ഉണ്ടാകുന്ന രോഗമാണ് സോറിയാസിസ്. മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന 2 ഭാഗങ്ങളാണ് മുടിയും നഖവും അല്ലെ. ശരിയല്ലേ? നമ്മുടെ കുഞ്ഞു കുട്ടിയുടെ നഖം നമ്മൾ മുറിച്ചു കൊടുക്കും. അതേപോലെ വീട്ടിൽ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരുടെയും നഖം നമ്മൾ വെട്ടിക്കൊടുക്കണം അല്ലെ. അപ്പം ആലോചിക്കേ, കുഞ്ഞു കുട്ടി മുതൽ വലിയ പ്രായമുള്ള ആൾക്കാർ വരെ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നഖം മുടിയും കൊടുക്കണ്ടേ? മുടിയും നഖവും വളർന്നുകൊണ്ടിരിക്കും. മനുഷ്യ ശരീരത്തിൽ മരണം വരെ വളരുന്ന 2 ഭാഗങ്ങളാണ് മുടിയും നഖവും. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ത്വക്കിലെ ഘടകമാണ് മെലാനിൻ. അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്ന ത്വക്കിലെ ഘടകം ഏതാണ്? മെലാനിൻ ആണ്. മുടി നിർമ്മിച്ചിരിക്കുന്ന പ്രോട്ടീൻ കെരാറ്റിൻ. ശരീരം വിയർക്കുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം താപനില ക്രമീകരിക്കലാണ് അല്ലെ. അപ്പൊ താപനില ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡി അല്ലെ, ശരീരം വിയർക്കുന്നത് കേട്ടാ. അപ്പൊ ശരീരം വിയർക്കുന്നത് അത് എന്തൊരു പ്രോസസ്സാണ്? ശരീരം വിയർക്കുന്നത് നമ്മുടെ ബോഡിയുടെ അല്ലെ താപനില ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉള്ളത് അല്ലെ, വിയർക്കുന്നത്. അപ്പോൾ ഇനി ശരീരം വിയർക്കുമ്പോൾ അത് ആലോചിക്കുക, എന്താണ് നമ്മുടെ താപനില കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി 2 പോയിന്റ് കൂടെയുള്ളൂ. അത് കഴിഞ്ഞാൽ പേശി വ്യവസ്ഥയാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ എന്ന് പറയുന്നത്. എന്താണ്? അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ. വിറ്റാമിൻ B3 അല്ലെ, വൈറ്റമിൻ B3യുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ത്വക്ക് രോഗമാണ് പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ കുറവ് കാരണം ഉണ്ടാകുന്ന ത്വക്ക് രോഗമാണ് പെല്ലാഗ്ര.
അപ്പം നമുക്ക് ഇന്ന് ഇത്രയും മതി. ഇനി പേശി വ്യവസ്ഥ ഉൾപ്പെടെ ഇനി ഒരു 3-4 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക്, ഈ പുസ്തകത്തിലെ ടോപ്പിക്ക് എത്രയും തീർക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ SCERT ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സുകളൊന്ന് സയൻസിൻ്റെ വിഷയങ്ങളുടെ ക്ലാസ്സിൽ മാത്രം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകും, ആ പ്രത്യേകത മനസ്സിലാകും, നിങ്ങൾക്കൊരു സന്തോഷമൊക്കെ തോന്നും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.